നമ്മളെക്കാളും മുകളില് ഫിനിഷ് ചെയ്യാനുള്ള ടീമുണ്ട് അവര്. ഓമറ് സമ്മതിക്കണം അയാളെ. നമ്മളെല്ലാരും പറയുന്നു അയാള് വീണ്ടും യുണൈറ്റഡ് സാധാരണത്തെ പോലെ അയാളെ സാക്ക് ചെയ്യും, അടുത്ത ആള് വരും, വീണ്ടും കുറെ സ്പെൻഡ് ചെയ്യും. അങ്ങനെ ആ കാലം മാറി. അയാളിലെ അവര് വിശ്വസിച്ചു. അത് മതി അവർക്ക്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ റിസൾട്ട് കാണുന്നുണ്ട് ഇപ്പൊ. അയാളെ സാക്ക് ചെയ്തിരുന്നെങ്കിൽ ഇത് കാണില്ല. ഇതേപോലെ വേറെ ആള് വന്നേനെ പോയേനെ വീണ്ടും താഴ്ത്തി. ബട്ട് അയാളില് ബിലീവ് ചെയ്തത് തന്നെയാണ് അവരുടെ ചേഞ്ചിനുള്ള കാരണം. അതേപോലെ സൈനിങ്സ് ആണെങ്കിൽ തന്നെ കഴിഞ്ഞ സീസണിലൊക്കെ വലിയ വലിയ സ്റ്റാർസിനെ സൈൻ ചെയ്യാൻ നോക്കിയായിരുന്നു. ഇപ്പൊ എങ്ങനെയാ വൂൾസിനെ പോലുള്ള മീൻസ് ലോവർ ലീഗ് പ്ലേയേഴ്സിനെ ഒക്കെ സൈൻ ചെയ്യാൻ തുടങ്ങി. പിന്നെ അതേപോലെ ബെൽജിയൻ ലീഗിൽ നിന്ന് ഗോളി കീപ്പറെ കൊണ്ടുവന്നു. അയാളിപ്പോ സ്റ്റാർ ഗോളി കീപ്പറാണ് ഇപ്പൊ. അതേപോലെ വൈസ്ലി അവര് പ്ലാൻ മാറ്റി തുടങ്ങി. മറ്റത് സൈനിങ്സ് അവര് ചെയ്യുമ്പോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തിരി കൂടി മാർക്കറ്റിംഗ് അതൊക്കെ നോക്കിക്കൊണ്ടൊക്കെയാണ് പ്ലേയേഴ്സിനെ സൈൻ ചെയ്യാറ്. ഇപ്പൊ അത് മാറി. ലീഗ് മാറുന്നതനുസരിച്ചിട്ട് അവര് മാറി തുടങ്ങി. അതിന്റെ തന്നെ റിസൾട്ട് പെട്ടെന്ന് തന്നെ കണ്ടു തുടങ്ങി. അതന്നെ പറയുള്ളൂ. പിന്നെ അതേപോലെ ഈ ദിയാലോ ഇപ്പൊ എംബോമ പോലുള്ള പ്ലേയേഴ്സ് വന്നു കഴിഞ്ഞപ്പോ ദിയാലോന്റെ മിനിറ്റ്സ് കുറയുന്നൊക്കെ വിചാരിച്ചു. പക്ഷെ അയാൾ നന്നായിട്ട് മാനേജ് ചെയ്യുന്നുണ്ട്. ഫുൾ ബാക്ക് കളിപ്പിക്കുന്നു. എന്താ സ്ട്രൈക്കറിന്റെ ബോട്ടം കളിപ്പിച്ചു തുടങ്ങി.